തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം കൂട്ടായ വിലപേശൽ എന്നതാണ്. തൊഴിലാളികൾക്ക് സംഘടന രൂപീകരിക്കാനുള്ള അവകാശം നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളിൽ വ്യവസ്ഥ ചെയ്തതാണ്. തൊഴിലാളികളുടെ തൊഴിൽ സമയം സംബന്ധിച്ച ക്രമീകരണം തൊഴിൽ നിയമങ്ങളിലൂടെ വ്യവസ്ഥ ചെയ്തതാണ്. 1886 ലോകത്താദ്യമായി തൊഴിലാളികൾ തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് വലിയൊരു പ്രക്ഷോഭം നടത്തിയത് ചിക്കാഗോയിൽ. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം, ഇതായിരിക്കണം ഒരു ദിവസത്തെ ക്രമീകരണമെന്ന് അവർ മുദ്രാവാക്യം വിളിച്ചു. പ്രകടനത്തിന് നേരെ വലിയ ആക്രമണമുണ്ടായി, പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി, കുറെ തൊഴിലാളികൾ മരണപ്പെട്ടു, ഏതാനും പോലീസുകാരും മരണപ്പെട്ടു. ആ മഹത്തായ സമരത്തിന്റെ സ്മരണ നിർത്തിയാണ് മെയ് മാസം 1-ാം തീയതി 1886 മെയ് മാസം 1-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അത് ലോകം മുഴുവൻ അംഗീകരിച്ചു. മെയ് ദിനം അന്ന് എല്ലാ രാജ്യങ്ങളും പൊതു അവധി പ്രഖ്യാപിക്കുന്നു. തൊഴിലാളികൾ മെയ് ദിനം വ്യാപകമായി ആചരിക്കുന്നു. അന്ന് വിളിച്ച മുദ്രാവാക്യം സാക്ഷാത്കരിക്കപ്പെട്ടത്, ഒരു നിയമമായി രൂപം കൊള്ളാൻ അടിത്തറയിട്ടത് 1919 അന്തർദേശീയ തലത്തിലുള്ള സർക്കാരുകളുടെ ഒരു സാർവദേശീയ വേദി ILO എന്ന പേരിൽ ലോകത്ത് രൂപം കൊണ്ടു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്, സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ളതാണ്, അല്ലാതെ തൊഴിലാളി ട്രേഡ് യൂണിയനുകളുടെ നിയന്ത്രണമുള്ളതല്ല. അതൊരു ത്രികക്ഷി വേദിയാണ്. സർക്കാർ പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, തൊഴിലുടമ പ്രതിനിധികൾ, ഇവരെല്ലാം സമ്മേളിക്കുക കൊല്ലത്തിൽ ഒരു ദിവസം, കൊല്ലത്തിൽ ഒരു സന്ദർഭത്തിൽ. എല്ലാ വർഷവും ജൂൺ മാസം 12 ദിവസമാണ് ഈ സമ്മേളനം ചേരുക. ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് എന്നതിന്റെ പേര് ILO വിളിച്ചു ചേർക്കുന്നത്. 1917 ഒരു സർക്കാർ രൂപം കൊണ്ട് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അതോടുകൂടി ലോകത്ത് തൊഴിലാളികൾക്ക് വലിയ മുൻകൈ വരികയും തൊഴിലാളി പ്രസ്ഥാനത്തിന് ലോകത്താകെ വലിയ അംഗീകാരം നേടുകയൊക്കെ ചെയ്തു. 1917 സോവിയറ്റ് യൂണിയൻ രൂപം കൊണ്ട് 2 വർഷം കഴിയുമ്പോൾ 1919 തൊഴിലാളികൾ ഉന്നയിച്ച മുദ്രാവാക്യം സാർവദേശീയമായി എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിക്കുകയാണ്. 8 മണിക്കൂർ ജോലി എന്ന തത്വം. എന്താണ് ILOയുടെ തത്വം? ILOയുടെ മാനദണ്ഡം എന്താ? അതിൽ അംഗങ്ങളായ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളാണ് അവിടെ പങ്കെടുക്കുക. ഗവൺമെന്റ് പ്രതിനിധികൾ, പിന്നെ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, പിന്നെ തൊഴിലുടമ പ്രതിനിധികൾ. ILO അംഗീകരിക്കുന്ന പ്രമാണം, ILO കൺവെൻഷൻ എന്ന ഇംഗ്ലീഷ് പറയാം, മലയാളത്തിൽ എടുക്കുമ്പോൾ ഒരു പ്രമാണം. ILOയിൽ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും അതനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കണമെന്നാണ് സങ്കല്പം. ILO പ്രമാണം അനുസരിച്ചാണ് എല്ലാ രാജ്യങ്ങളിലും 8 മണിക്കൂർ ജോലി എന്ന വ്യവസ്ഥ ചെയ്യുന്ന നിയമങ്ങൾ ഉണ്ടായത്. ഇന്ത്യയിലും ഉണ്ടായി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഇത് അംഗീകരിച്ചു. 1919 ബ്രിട്ടീഷ് ഭരണകാല. ബ്രിട്ടൻ ILOയിൽ അംഗമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിലും അത് അംഗീകരിച്ചു. അങ്ങനെയുള്ള തത്വമാണ് പുതിയ ലേബർ കോഡിൽ ഇല്ലാതാക്കിയത്. 8 മണിക്കൂർ ജോലി എന്ന തത്വത്തെ ഇല്ലാതാക്കി. പുതിയ നിയമം അനുസരിച്ച് ജോലി സമയം ദീർഘിപ്പിക്കാൻ മാനേജ്മെന്റുകൾക്ക് അവകാശം കൊടുത്തു. 12 മണിക്കൂർ വരെ ദീർഘിപ്പിക്കാൻ അവസരം കൊടുത്തു. ഇന്നത്തെ ഇന്ത്യയിലെ സ്ഥിതി എന്താന്ന് വെച്ചാൽ, പല വ്യവസായശാലകളിലും തൊഴിലാളികളുടെ ജോലി സമയം 8 മണിക്കൂർ എന്ന തത്വം ഇല്ലാതായി.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 3-4 മാസം മുമ്പ് വടക്കേ ഇന്ത്യയിൽ ഉടനീളം വലിയ തൊഴിലാളി സമരമുണ്ടായി. ഡൽഹി, നോയിഡ, ഉത്തരാഞ്ചൽ, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ എല്ലാ പ്രദേശത്തും, ഡൽഹിക്ക് പരിസരത്തുള്ള എല്ലാ വ്യവസായശാലകളിലെയും തൊഴിലാളികളാണ് സമരത്തിലേക്ക് വന്നത്. പെട്ടെന്നുണ്ടായ ഒരു സമരമാണ്. ഒരു ട്രേഡ് യൂണിയൻ നോട്ടീസ് കൊടുത്തിയ സമരമൊന്നുമല്ല. അവരിൽ പലർക്കും യൂണിയനും ഇല്ല. എന്തായിരുന്നു അവരോട് ഉയർത്തിയ പ്രശ്നം? അവിടെയുള്ള വൻകിട കമ്പനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ 12 മണിക്കൂർ വരെയാണ് ജോലി ചെയ്യേണ്ടത്. അതാണ് അവരുടെ ജോലി സമയം. 12-13 മണിക്കൂറുണ്ട് ചിലയിടത്ത്. മാത്രമല്ല, വൻകിട ബഹുരാഷ്ട്ര കമ്പനികൾ നടത്തുന്ന കമ്പനികളിൽ പോലും ഭൂരിപക്ഷ തൊഴിലാളികൾ കരാർ തൊഴിലാളികളാണ്. സ്ഥിരം ജോലിക്കാർ വളരെ കുറവാണ്. ഇവർക്ക് കൊടുക്കുന്ന കൂലിക്കൊരു വ്യവസ്ഥയില്ല, ശമ്പള കരാറില്ല, മിനിമം വേതന തത്വം അംഗീകരിച്ചിട്ടില്ല. അവർക്ക് ഏറ്റവും കുറഞ്ഞ കൂലി എന്ന നിലയിൽ എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതുമില്ല. 13,000-14,000 രൂപയാണ് ഒരു മാസത്തെ ശമ്പളം. ഈ 13 മണിക്കൂർ 12 മണിക്കൂർ ദിവസം ജോലി ചെയ്താൽ ഒരു മാസത്തെ ശമ്പളം. അസംഘടിത മേഖലയിലാണ് മിനിമം വേതനം എന്ന തത്വം നടപ്പാക്കേണ്ടത്. അത് നടപ്പാക്കാൻ ഒരു നിയമമുണ്ട്, മിനിമം വേജസ് നിയമം. പാർലമെന്റ് പാസാക്കിയ നിയമമാണ് മിനിമം വേജസ് ആക്ട്. അതനുസരിച്ച് ഓരോ സംസ്ഥാനത്തെയും ഗവൺമെന്റ് ഓരോ വിഭാഗം തൊഴിലാളികളുടെയും ജോലി സ്വഭാവം, ആ തൊഴിലിൽ അവർ സൃഷ്ടിക്കുന്ന സമ്പത്തിന്റെ സ്വഭാവം, ഇതൊക്കെ കണക്കിലെടുത്ത് ചുരുങ്ങിയ വേതനം എന്ന ഒരു വ്യവസ്ഥ നടപ്പാക്കാറുണ്ട്. മിനിമം വേജ് അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കും. അതിൽ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുണ്ടാവും, ഗവൺമെന്റ് പ്രതിനിധികളുണ്ടാവും, തൊഴിലുടമ പ്രതിനിധികളുണ്ടാവും. ആ അഡ്വൈസറി ബോർഡാണ് ഒരു മേഖലയിൽ മിനിമം വേതനം നിശ്ചയിക്കാൻ തീരുമാനമെടുക്കേണ്ടത്. അവർ തെളിവെടുപ്പ് നടത്തുമ്പോൾ, ഉദാഹരണത്തിന് ആശുപത്രി ജീവനക്കാർ, അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ, അതല്ലെങ്കിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ, ആരായാലും കൊള്ളാം, അവർക്കൊരു കൂലി നിശ്ചയിക്കണമെന്ന് വെച്ചാൽ ഈ കമ്മിറ്റി പരിശോധിച്ച് ഒരു ശുപാർശ നൽകി അത് ഗവൺമെന്റ് അംഗീകരിച്ച് ഉത്തരവിറക്കും. ഇതാണ് നാട്ടിലുള്ള സമ്പ്രദായം.